140 കോടി ജനസംഖ്യയുള്ള ഭാരതം എന്ന രാഷ്ട്രത്ത് 80 കോടിയിൽ പരം യുവാക്കളാണ്. ഈ യുവജനതയ്ക്ക് കൃത്യമായ ആനുകൂല്യങ്ങളും അവസരങ്ങളും നമ്മൾ നൽകിയില്ലെങ്കിൽ ഈ രാഷ്ട്രത്തോടുള്ള അവരുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ജന്തർ മന്ദിർ എന്ന ഐതിഹാസിക സമരമുഖത്തേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അതായത് ഒരു രാജ്യത്ത് അധ്വാനിക്കാൻ ശേഷിയില്ലാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുന്ന അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അതെ, ശരിക്കും അത് അവിടെയാണ് പ്രശ്നം. ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ മാറ്റാം. അതായത് യുവാക്കൾക്ക് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് വ്യക്തമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷി തന്നെയാണ് അത് മെച്ചപ്പെടുന്നത്. ഇക്കണോമിയെ അനുകൂലമായി തന്നെ ബാധിക്കും. മറിച്ചാണെങ്കിൽ അതിന് ശരിക്കും പ്രതികൂലമായിട്ടായിരിക്കും സംഭവിക്കുക. അതിന് ഉദാഹരണമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. CJP എന്നൊരു കേവലം ഒരു വാക്കിൻ്റെ പുറത്ത് വന്നൊരു പാർട്ടിയാണ് CJP. കൂറകളെന്ന് വിശേഷിപ്പിച്ചപ്പോൾ പാറ്റകളെന്ന്, കൂറകൾ എന്ന് പറയാൻ പറ്റില്ല, പാറ്റകൾ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് CJP. അപ്പോൾ അങ്ങനെയുള്ള മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പാർട്ടികൾ ഇനിയും ഉടലെടുക്കുമെന്ന് നമുക്ക് പറയാം. നമ്മുടെ യുവാക്കൾക്ക് കൃത്യസമയത്ത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ലഭിച്ചില്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്ററായി മാറാനുള്ള സാധ്യത കൂടി അവിടെയുണ്ട്. അതെ, ശരിക്കും നമ്മൾ കൃത്യമായ പരിഷ്കാരങ്ങളും പദ്ധതികളും യുവാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ യുവതലമുറയ്ക്ക് വേണ്ടി കൃത്യമായി അത് പരിഷ്കരിച്ച് കൊണ്ടുവരാനും കൂടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ പരിഷ്കാരങ്ങളും പദ്ധതികളും എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ തൊഴിൽ രംഗത്തായിക്കോട്ടെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ IIM, IIT ഇവയെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന കൃത്യമായ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ IIMകളുടെ എണ്ണം 13 അതിൽ നിന്ന് 22 മാറി. IITകൾ അവർ 16 നിന്ന് 23 മാറിയിട്ടുണ്ട്. അതുപോലെ എയിംസ് അത് 7 നിന്ന് 23 മാറി. അപ്പോൾ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇതിനെ. കൂടുതൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പറയുകയാണെങ്കിൽ മെഡിക്കൽ PG കോഴ്സ്, മെഡിക്കൽ കോളേജുകൾ കുറേ വർദ്ധിച്ചു. അതുപോലെ തന്നെ PG കോഴ്സുകളുടെ സീറ്റുകൾ അങ്ങനെ അതിനും വർധനമുണ്ടായിട്ടുണ്ട്. നല്ലൊരു ഗണ്യമായ വർധനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഇനി തൊഴിൽ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഈ മേക്കിംഗ് ഇന്ത്യ, അതുപോലെ തന്നെ മുദ്ര യോജന, അതുപോലെ റെയിൽ, റോഡുകൾ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ വന്ന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഒരു തരത്തിൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മുടെ പദ്ധതികൾ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു എന്നതിലപ്പുറം നമ്മൾ എത്രത്തോളം വിജയകരമായി നമുക്കിത് ചെയ്യാൻ സാധിച്ചു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ എവിടെയാണ് ശരിക്കും പാളിച്ചകൾ പറ്റിയത്, എത്രത്തോളം ഇത് സഫലമായി എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ശരിക്കും പരീക്ഷാ മൂല്യനിർണ്ണയത്തിന്റെ കെടുകാര്യസ്ഥതയും അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയും ഒക്കെയാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ഇന്ന് ജന്തർ മന്ദറിലേക്ക് എത്തിച്ചത്. ശരിക്കും ഇനിയും കൃത്യമായി നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഇനിയും തുടർന്ന് വരുന്ന അടുത്ത തലമുറയിലെ ജനങ്ങൾ അല്ലെങ്കിൽ യുവജനങ്ങൾ ഇതുപോലെ തെരുവുകളിൽ ഇറങ്ങേണ്ടി വരും. നമ്മൾ ശരിക്കും ഒരുപാട് വർഷങ്ങളുടെ അധ്വാനമാണ് വിദ്യാർത്ഥികളുടെ, എത്ര വർഷത്തെ അധ്വാനങ്ങളാണ് ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു, അവരതിനു വേണ്ടി കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഒരുപാട് നാളത്തെ അവരുടെ കഷ്ടപ്പാടാണ്. ശരിക്കും ഇങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയിലും മത്സര പരീക്ഷകളുടെ മൂല്യനിർണ്ണയങ്ങളുടെ കെടുകാര്യസ്ഥതയൊക്കെ വിദ്യാർത്ഥികളുടെ വിശ്വാസത്തെയാണ് ശരിക്കും നഷ്ടപ്പെടുത്തി കളയുന്നത്. അവർക്ക് ഈ ഒരു സമ്പ്രദായത്തിലുള്ള ഒരു വിശ്വാസം തന്നെ അവർക്ക് നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത്. എത്ര സ്റ്റാർട്ടപ്പുകളോ അല്ലെങ്കിൽ എത്ര പദ്ധതികളോ യുവാക്കൾക്ക് വേണ്ടി നമ്മൾ പരിഷ്കരിച്ചാൽ പോലും അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പഠിച്ച കൃത്യമായ വിദ്യാഭ്യാസത്തിനൊത്ത ജോലി മേഖലകളിൽ അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. സാധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് വലിയൊരു പോരായ്മയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അവരെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സർക്കാർ ജോലികളിലേക്കോ അവരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് കൃത്യമായിട്ട് ഈ യുവാക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി കൃത്യമായ ഒരു വിദ്യാഭ്യാസ രീതികളും ജോലി സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ ജോലി രീതികളും കൊണ്ടുവരാൻ സാധിക്കണം. അതാണ് ശരിക്കും നമ്മളവിടെ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ചോദ്യപേപ്പർ ചോർച്ച പോലെയുള്ള ദുരന്തങ്ങൾ തുടർച്ചയായി സംഭവിക്കുമ്പോൾ വർഷങ്ങളുടെ കഠിനാധ്വാനമാണ് പാഴായി പോകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് CJP പോലെയുള്ള പാർട്ടികളും അവരുടെ നേതൃത്വത്തിലും ഇങ്ങനെയുള്ള രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കൊക്കെ അത് വഴിവെക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് രാജ്യത്ത് നമുക്കത് പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനോടൊപ്പം ഇത് കൃത്യമായിട്ട് വിജയിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്.
തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാര്യക്ഷമമായിട്ട് കുറച്ചുകൂടി സുതാര്യമാക്കണമെല്ലാം. കാര്യക്ഷമതയോടുകൂടി ഇനിയുള്ള ഈ മത്സര പരീക്ഷകളായിക്കോട്ടെ, അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസമായിക്കോട്ടെ, എല്ലാം നല്ല സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് സുതാര്യമായിരിക്കണമെല്ലാം. ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഡിജിറ്റൽ യുഗത്തിലാണ്. അപ്പോൾ എല്ലാം ഡിജിറ്റൽ ആകുന്ന സമയത്ത് ഈ പരീക്ഷകളും മൂല്യനിർണ്ണയം എല്ലാം ഡിജിറ്റൽ ആക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഡിജിറ്റൽ ഡിവിഡൻ പോലെയുള്ള ഈ ഒരു വാക്കിന് അവിടെ പ്രസക്തി ഉണ്ടാവുന്നത് അപ്പോഴാണ്. നമ്മുടെ യുവജനക്ഷേമത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ജന്തർ മന്ദറിൽ ജനങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ യുവതി യുവാക്കന്മാർ തടിച്ചുകൂടിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവരെ അടിച്ചമർത്തുകയോ അവരിങ്ങനെ നിശബ്ദമായി അവർ പ്രതിഷേധിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ പറയാൻ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല. അത് തുടർന്ന് വളർന്നു വരുന്ന ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ CJP പോലെയുള്ള പാർട്ടികൾ ചെറിയ രീതിയിൽ തുടങ്ങി അത് വലിയൊരു പ്രക്ഷോഭങ്ങളിലേക്ക് വലിയൊരു അക്രമാസക്തരാകുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പം അവർക്ക് ആദ്യം വേണ്ടത് ഈ വിദ്യാർത്ഥികൾ യുവജനങ്ങൾക്ക് ഒരു വിശ്വാസയോഗ്യമായിട്ടൊരു ഭരണ സംവിധാനമാണ് ആദ്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നത്. അതാണ് ഏറ്റവും മൂല്യാധിഷ്ഠിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് അവർക്ക് കാര്യക്ഷമമായിട്ടുള്ളൊരു കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലായിരിക്കും അല്ലേ? അതെ.